ആലപ്പുഴ കാട്ടൂർ സ്കൂളിലെ 13 വയസ്സുകാരൻ മനോവിഷമത്താൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രജിത്ത് സ്കൂൾ വിട്ടു വന്ന ശേഷം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരും. ഷാജഹാൻ, തീർത്തും ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഇത് അധ്യാപകനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് സ്കൂൾ വിട്ട് വന്ന ശേഷം പ്രജിത്ത് എന്ന കുട്ടി 13 വയസ്സുകാരൻ വീട്ടിൽ സൂയിസൈഡ് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ആ നടപടികളൊന്നും ഉണ്ടാത്ത സാഹചര്യത്തിലാണ് കുട്ടിയുടെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളും ചേർന്നുകൊണ്ട് ഇപ്പോൾ അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളിന് നേരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. വിദ്യാർത്ഥി സംഘടനകളും രക്ഷകർത്താക്കളും അതോടൊപ്പം തന്നെ മറ്റ് കുട്ടികളുടെ രക്ഷകർത്താക്കളൊക്കെ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം രംഗത്തുവരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് കുട്ടി സ്കൂളിൽ താമസിച്ചെത്തിയപ്പോൾ PT അധ്യാപകൻ വളരെ മോശമായിട്ട് കുട്ടിയുടെ മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ കുട്ടി തൂങ്ങി മരിക്കുകയായിരുന്നു. അപ്പോൾ അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടായ മോശം പരാമർശങ്ങൾ അല്ലെങ്കിൽ മോശം ഇടപെടലുകളാണ് കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്നാണ് ബന്ധപ്പെട്ട ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകളും അതോടൊപ്പം തന്നെ തന്നെ തിങ്കളാഴ്ച സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആലപ്പുഴ കാട്ടൂർ സ്കൂളിലെ 13 വയസ്സുകാരന്റെ ആത്മഹത്യയിൽ അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും രംഗത്ത്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ.